വളരെ പവിത്രമായ ഭൂമിയിൽ നിന്ന് വരുന്നവരാണ് ഹാജിമാർ. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾ വളരെ ശ്രേഷ്ഠമായ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമായ ഭവനമായ കഅബ ഷരീഫ് തവാഫ് ചെയ്ത് പരിശുദ്ധമായ തിരു റൗള ഹബീബുന ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്ത് എല്ലാ ഇബാദത്തും കഴിഞ്ഞ് വളരെ പവിത്രമായ ശ്രേഷ്ഠമായ ഇബാദത്തായ ഹജ്ജും ഉംറയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തു വരുന്നവരാണ് ഹാജിമാർ, ഹജ്ജ് ചെയ്തു വരുന്നവർ. അങ്ങനെ ഹജ്ജ് ചെയ്തു വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും കാണാൻ കഴിയും. ഇങ്ങനെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഹജ്ജ് ചെയ്തു വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഹജ്ജ് ചെയ്തു വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പലരും എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലേക്കും പോകാറുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. ഇങ്ങനെ പോകൽ സുന്നത്താണ്. ഇങ്ങനെ ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് പറയൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകളെ ആലിംഗനം ചെയ്യൽ, മുആനഖത്ത് ചെയ്യൽ സുന്നത്താണ്. യാത്ര കഴിഞ്ഞ് വരുന്നവരെ മുആനഖത്ത് ചെയ്യൽ സുന്നത്താണ്. അതിൽപ്പെട്ടതാണ് ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകളെ ആലിംഗനം ചെയ്യുക, മുആനഖത്ത് ചെയ്യുക എന്നുള്ളത്. അത് മഹറമിയ ആളുകൾ, കെട്ടുബന്ധം ഹറാമായ ആള് മുആനഖത്ത് അനുവദിക്കുന്ന ആളുകൾ മാത്രമാണ്. അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ മുആനഖത്ത് പാടില്ല എന്നുള്ള കാര്യം ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ആളുകൾ തമ്മിൽ മുആനഖത്ത് ആലിംഗനം ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. ഖബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖലഫ നഫഖതക, അങ്ങനെ പറയൽ സുന്നത്താണ്. ആ ദിക്ർ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദിക്ർ പറയൽ സുന്നത്താണ്.